arrangement and selection with repetition. അതായത് നമുക്ക് സെറ്റ് എ ബി സി എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. we need to find a 2 permutation of A such that repetition is allowed. നമുക്ക് വേണ്ടിയത് collection of all 2 permutations with repetitions allowed. repetitions allowed അല്ല എങ്കിൽ നമുക്ക് ഇതിനകത്തു നിന്ന് എത്ര 2 element sets എടുക്കാൻ പറ്റുമെന്ന് നോക്കുന്നത്. അപ്പോൾ നമ്മൾ 2 എലമെൻറ്റ്സ് എഴുതും. നേരത്തെ ആയിരുന്നെങ്കിൽ repetitions allowed അല്ല എങ്കിൽ ഈ പൊസിഷൻ എത്ര ചോയ്സസ് ഉണ്ട്, ഇതിലേത് വേണമെങ്കിലും കൊടുക്കാം. സോ 3 ചോയ്സസ് ഉണ്ട്. ഈ പൊസിഷൻ എത്ര ചോയ്സസ് ഉണ്ട്, ഓൾറെഡി ഇവിടെ ഒരെണ്ണം പ്ലേസ് ചെയ്തു. അപ്പോൾ ബാക്കിയുള്ള 2 എണ്ണത്തിൽ ഏതെങ്കിലും 2 എണ്ണം, അതായത് 3 × 2 പോസിബിലിറ്റീസ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇനി റെപ്പറ്റീഷൻസ് അലൗഡ് ആണ് എങ്കിൽ എങ്ങനെ എഴുതാം? ആദ്യത്തെ ചോയ്സ് നോക്കി, ആദ്യത്തേന് 3 ചോയ്സസ് ഉണ്ട്. രണ്ടാമത്തേന് ഇവിടെ എന്ത് ചോയ്സ് ഏത് എലമെൻറ്റ് ഇവിടെ എടുത്തിട്ടാലും നമുക്ക് പ്രശ്നമില്ല, കാരണം റെപ്പറ്റീഷൻസ് അലൗഡ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെയും 3 ചോയ്സസ് ഉണ്ട്, അതായത് 3 × 3 ചോയ്സസ് നമുക്ക് കിട്ടും. മനസ്സിലായി? അതായത് എ പറ്റും, ബി പറ്റും, ബി പറ്റും, അങ്ങനെ എല്ലാ പോസിബിലിറ്റീസും ഇവിടെ എടുക്കാൻ പറ്റും. അപ്പോൾ ജനറലി പറയുവാണെങ്കിൽ നമ്പർ ഓഫ് ആർ പെർമ്യൂട്ടേഷൻസ് ഓഫ് സെറ്റ് എ ഈക്വൽ ടു സെറ്റ് A1, A2, എക്സെട്ര AN എന്ന് പറയുമ്പോൾ എന്ത് വരും? ആർ പെർമ്യൂട്ടേഷൻസ്. അതായത് മൊത്തം നമുക്ക് 6 പ്ലേസസ് ഉണ്ട് അല്ലേ, എക്സെട്ര 6 പ്ലേസസ് ഉണ്ട്. ഇത് മൊത്തം 6 പ്ലേസസ് ഉണ്ട്. ഫസ്റ്റ് എലമെൻറ്റ്, ഫസ്റ്റ് പൊസിഷൻ എത്ര ചോയ്സസ് ഉണ്ട്? ഈ n എലമെൻറ്റ്സിൽ ഏതിന് വേണമെങ്കിലും ഇങ്ങോട്ട് വരാം അല്ലേ. അപ്പോൾ ആദ്യത്തേന് n ചോയ്സസ് ഉണ്ട്. സെക്കൻഡ് പ്ലേസ് നോക്കിയേ, യൂഷ്വൽ പെർമ്യൂട്ടേഷൻ ആണെങ്കിൽ ഇവിടെ ഒരെണ്ണം ഫിക്സ് ചെയ്തു, ബാക്കി n-1 ഇവിടെ പറ്റത്തുള്ളൂ. പക്ഷെ റെപ്പറ്റീഷൻ അലൗഡ് എന്ന് പ്രത്യേകം പറഞ്ഞ സ്ഥിതിക്ക് ഇവിടെ ഏത് ചൂസ് ചെയ്താലും നമുക്ക് വിഷയമില്ല, റെപ്പറ്റീഷൻ അലൗഡ് ആണ്. അപ്പോൾ ഇതിനകത്തും ഇതിനും എത്ര ചോയ്സസ് തന്നെ ഉണ്ട്? n ചോയ്സസ് തന്നെ വരും അല്ലേ. ഏത് പൊസിഷൻ എടുത്താലും അതിനെല്ലാം n ചോയ്സസ്, കാരണം ഇതിന് മുമ്പേ ഏതാണ് സെലക്ട് ചെയ്തതെന്നുള്ളതിന് ഇവിടെ പ്രസക്തിയില്ല. സോ ഓരോ പൊസിഷനും n ചോയ്സസ് വെച്ച് വരും. അങ്ങനെ 6 പൊസിഷൻസ് ഉണ്ട്. സോ ടോട്ടൽ ഈക്വൽ ടു n⁻r എന്ന് വരും. ഓരോ പൊസിഷനും n ചോയ്സസ്, അങ്ങനെ n × n r ടൈംസ് വരും. ദാറ്റ് ഈസ് n⁻r. ഇപ്പോൾ പ്രൂഫ് ഇത് തന്നെയാണ് പറയുന്നത്. ആദ്യത്തെ പൊസിഷൻ നോക്കിയാൽ n ചോയ്സസ് ഉണ്ട്, രണ്ടാമത്തെ പൊസിഷനും n ചോയ്സസ് ഉണ്ട്, എക്സെട്ര ആർത്ത് പൊസിഷനും n ചോയ്സസ് ഉണ്ട്. സോ ടോട്ടൽ ദെയർ ആർ n⁻r ചോയ്സസ് ബൈ മൾട്ടിപ്ലിക്കേഷൻ പ്രിൻസിപ്പിൾ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. A 4-story house is to be painted by some 6 different colors such that each story is painted in 1 color. അപ്പോൾ 4 stories ഉണ്ട്. അതിൽ ഒരു സ്റ്റോറിക്ക് ഒരു കളർ ഫുള്ള് കൊടുക്കാവുന്നേ ഉള്ളൂ. ഒന്നിന് ഒരു നിലയ്ക്ക് ഒരു കളറേ കൊടുക്കാവൂ, അത്രേ പറയുന്നുള്ളൂ. പെയിൻറ്റഡ് ഇൻ 1 color. ഹൗ മെനി വേസ് ആർ ദെയർ ടു പെയിൻറ്റ് ദ ഹൗസ്? അപ്പോൾ ആദ്യത്തെ നില നോക്കിക്കഴിഞ്ഞാൽ ഇതിവിടെ എത്ര ചോയ്സസ് ഉണ്ട്? ആദ്യത്തെ നിലയ്ക്ക് ഏതൊക്കെ പെയിൻറ്റുകൾ ഉപയോഗിക്കാം? 6 പെയിൻറ്റിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇവിടെ റെപ്പറ്റീഷനെ പറ്റി പറയുന്നില്ല, ദാറ്റ് മീൻസ് റെപ്പറ്റീഷൻ അലൗഡ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ അടുത്ത നില നോക്കിക്കേ, അടുത്ത നിലയിലും എത്ര ചോയ്സസ് ഉണ്ട്? 6 ചോയ്സസ് വരും. അങ്ങനെ ഓരോ നിലയ്ക്കും എത്ര ചോയ്സസ് ഉണ്ട്? 6 ചോയ്സസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്പർ ഓഫ് ചോയ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6⁻4. ഓരോ നിലയ്ക്കും 6 ഓപ്ഷൻസ് വെച്ചിട്ടുണ്ട്. Find the number of permutations of the 5 letters A, 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 B, C. അതായത് ഇത് മൂന്നും ഐഡൻറ്റിക്കൽ ആണ്, A, 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 B, C. ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് നോക്കാൻ വേണ്ടി, നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് നോക്കാൻ വേണ്ടി നമുക്ക് സപ്പോസ് ഇതുപോലത്തെ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ആൽഫ ആണെന്ന് വിചാരിക്കാം. ആൽഫ ബി ദി ഡിസയർഡ് നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ്. ഓക്കെ, അപ്പോൾ ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ A, C ആണ്. ഇത് മൂന്നും ഐഡൻറ്റിക്കൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 5 എലമെൻസിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്, നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ആണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ആൽഫയാണ് അങ്ങനത്തെ പെർമ്യൂട്ടേഷൻ എന്ന് വിചാരിക്കുക. ഇനിയും ഇതുപോലത്തെ പെർമ്യൂട്ടേഷനിലെ എലമെൻറ്റ്സ് ഉണ്ടല്ലോ, അതിൽ ഒരു എലമെൻറ്റ് നമ്മൾ ചൂസ് ചെയ്ത് നോക്കുക. സപ്പോസ് A, B, A, C ആണെന്ന് വെച്ചോ. ഇത് നമ്മൾ ചൂസ് ചെയ്ത് നോക്കിയാൽ സപ്പോസ് ഈ 3A ഉണ്ടല്ലോ, 3A ഡിസ്റ്റിങ്ക്ട് ആയിരുന്നെങ്കിൽ എങ്ങനെയൊക്കെ വന്നേനെ? A1, A2, B, A3, C വന്നേനെ. A1, A3, A2, B, C, A2, A3, A1, B, C, A2, A1, B, A3, C, A3, A1, B, A2, A3, A2, B, A1.
ഇങ്ങനെ 6 ഡിഫറെൻറ്റ് ഓപ്ഷൻസ് വന്നേനെ അല്ലേ. എ ഡിസ്റ്റിങ്ക്റ്റ് ആയിരുന്നുവെങ്കിൽ ഇങ്ങനത്തെ 6 ഡിഫറെൻറ്റ് ഓപ്ഷൻസ് വന്നേനെ. ഇനി നമ്മൾ യൂഷ്വൽ പെർമ്യൂട്ടേഷൻ എങ്ങനെയാണ് പറയുന്നത്? യൂഷ്വൽ പെർമ്യൂട്ടേഷൻ ഇങ്ങനത്തെ ഈ 5 എലമെൻസിൻ്റെ നമ്മൾ 5 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എപ്പോഴാണ്? 5 എലമെൻസും ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ A1 A2 A3 B C ഇങ്ങനെ 5 എലമെൻസും ഡിസ്റ്റിങ്ക്റ്റ് ആയിരുന്നുവെങ്കിൽ ഇതിന് 5 ഫാക്ടോറിയൽ ഓപ്ഷൻസ് വന്നേനെ അല്ലേ. അപ്പം നമ്മൾ 5 ഫാക്ടോറിയൽ പറയാൻ നേരം ഇതെല്ലാം അതിനകത്ത് കൗണ്ട് ചെയ്യും. പക്ഷേ ഈ 6 എലമെൻസും നമ്മുടെ ഇവിടുത്തെ പെർമ്യൂട്ടേഷൻ വെച്ച് നോക്കിയാൽ ഈ ഒരു സിംഗിൾ എലമെൻ്റ് തന്നെ. മനസ്സിലായോ? A1ഉം A2ഉം A3യും എല്ലാം ഒരേ എലമെൻസ് ആണ്, നമ്മൾ ഐഡൻറ്റിക്കൽ ആണെന്നാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഐഡൻറ്റിക്കൽ ആണ് എങ്കിൽ ഈ 6 പെർമ്യൂട്ടേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ ഒരു ഒറ്റ പെർമ്യൂട്ടേഷനെ മാത്രമാണ് അല്ലേ. ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 എലമെൻറ്റ്സ് ഐഡൻറ്റിക്കലായിട്ട് വന്നാൽ കിട്ടുന്ന പെർമ്യൂട്ടേഷൻ്റെ എണ്ണമാണ് നമ്മൾ ആൽഫ എടുത്തിരിക്കുന്നത്. ഈ ആൽഫയ്ക്കകത്ത് ഒരു പെർമ്യൂട്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ AABAC എന്ന് പറയുന്നത് നമ്മുടെ യൂഷ്വൽ പെർമ്യൂട്ടേഷനിൽ ഈ 6 എണ്ണത്തിനും കൂടെ ചേർത്ത് ഈ ഒരെണ്ണമാണുള്ളത് അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ ആൽഫയിലെ ഏതൊരു പെർമ്യൂട്ടേഷൻ എടുത്തു കഴിഞ്ഞാലും ഒരു പെർമ്യൂട്ടേഷൻ എടുത്താലും അതിന് കറസ്പോണ്ടിങ് അപ്പുറത്ത് 6 എണ്ണം ഉണ്ട്. ഇപ്പം അടുത്തൊരു ABAAC എടുത്താൽ അതിന് കറസ്പോണ്ടിങ് നമുക്കൊരു 6 എണ്ണം കിട്ടും അല്ലേ. അപ്പം ഏതൊരു പെർമ്യൂട്ടേഷൻ അല്ലെങ്കിൽ BAAAC എടുത്താൽ അവിടെ ഒരു 6 എണ്ണം കിട്ടും. അപ്പോൾ ഓരോ പെർമ്യൂട്ടേഷനും കറസ്പോണ്ടിങ്, അതായത് ആൽഫയിലെ ഓരോ പെർമ്യൂട്ടേഷന് കറസ്പോണ്ടിങ് നമുക്ക് അപ്പുറത്തൊരു 6 പെർമ്യൂട്ടേഷൻസ് കിട്ടും. അതായത് നമ്മുടെ ഈ ആൽഫ ഇൻറ്റു 6 എണ്ണം ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് NPN അല്ലെങ്കിൽ 5P5 എന്നുള്ളത് നമ്മുടെ ശരിക്കുമുള്ള പെർമ്യൂട്ടേഷൻ കിട്ടും. മനസ്സിലായി? ഓരോ ആൽഫയിലെ ഓരോന്നിനും കറസ്പോണ്ടിങ് 6 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ 6 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? നമുക്ക് ശരിക്കുള്ള ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ആയിരുന്നെങ്കിൽ എന്ത് പെർമ്യൂട്ടേഷൻ ആയിരുന്നു? ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ആയിരുന്നു എങ്കിൽ 5P5 ആയിരുന്നു, അതായത് 5 ഫാക്ടോറിയൽ ആയിരുന്നു. ദാറ്റ് ഈസ് ആൽഫ ഈക്വൽ ടു 5 ഫാക്ടോറിയൽ ബൈ 6, ദാറ്റ് ഈസ് 5 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ. അതായത് ഈ A1 A2 A3 പലതരം അറേഞ്ച്മെൻറ്റാണ്. അതാണ് നമ്മുടെ 3 ഫാക്ടോറിയൽ. 3 എലമെൻറ്റ്സിനെ ഏതൊക്കെ രീതിയിൽ പെർമ്യൂട്ട് ചെയ്യാം? 3 ഫാക്ടോറിയൽ വേസിൽ പെർമ്യൂട്ട് ചെയ്യാം. അതാണ് ഈ 6 ആയിട്ട് വന്നിരിക്കുന്നത്. ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് ദ 5 ലെറ്റേഴ്സ് AAABC. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടിയത് എയും ഒരേപോലത്തെ എലമെൻറ്റ്സ് ആണ്, ബിയും സിയും ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ്. സപ്പോസ് ആൽഫയാണ് ഇങ്ങനത്തെ പെർമ്യൂട്ടേഷൻ്റെ എണ്ണം എന്ന് വിചാരിക്കുക. അതിൽ ഒരു പെർമ്യൂട്ടേഷൻ എടുത്തു. ഈ ഒരു പെർമ്യൂട്ടേഷന് കറസ്പോണ്ടിങ് നമുക്ക് എത്ര എണ്ണം കിട്ടും? ഈ AAA ഡിസ്റ്റിങ്ക്റ്റ് ആയിരുന്നുവെങ്കിൽ ഈ 3 എണ്ണത്തിനെ അറേഞ്ച് ചെയ്യാൻ നമുക്ക് 3 ഫാക്ടോറിയൽ വേസ് ഉണ്ട് അല്ലേ. അതാണ് ഈ 6 എണ്ണം. 3 ഫാക്ടോറിയൽ വേസ് ഉണ്ട്. ഇനിയും ഇത് നമുക്കറിയാം ഇവിടെ ഇത് ഡിസ്റ്റിങ്ക്റ്റ് അല്ല, പക്ഷെ ഡിസ്റ്റിങ്ക്റ്റ് ആയിരുന്നുവെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇതെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആയിരുന്നുവെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത് 5P5. അപ്പോൾ 5P5ഉം ഈ ആൽഫയും തമ്മിൽ എന്താ ബന്ധമെന്ന് നോക്കുക. ആൽഫയിലെ ഓരോന്നിനും കറസ്പോണ്ടിങ് അപ്പുറത്ത് 6 എണ്ണമുണ്ട്. അപ്പോൾ ആൽഫയിലെ എണ്ണത്തിൻ്റെ കൂടെ 6 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ 5P5 എന്നുള്ളത് കിട്ടും. 5P5 ഡിസ്റ്റിങ്ക്റ്റ് ആയിരുന്നെങ്കിലുള്ളത്. That means alpha equal to 5 factorial by 6, that is alpha equal to 5 factorial by 3 factorial equal to 20. നമ്മളപ്പോൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ സപ്പോസ് ഫസ്റ്റ് ഒബ്ജക്റ്റ് R1 ടൈപ്സ് ഉണ്ട്, സെക്കൻഡ് ഒബ്ജക്റ്റ് R2 എണ്ണം ഉണ്ട്, തേർഡ് ഒബ്ജക്റ്റ് R3 എണ്ണം ഉണ്ട്, അങ്ങനെ എക്സെട്ര nth ഒബ്ജക്റ്റ് Rn എണ്ണം ഉണ്ട്. ലെറ്റ് R1 പ്ലസ് R2 പ്ലസ് എക്സെട്ര പ്ലസ് Rn ഈക്വൽ ടു R. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഇങ്ങനെയാണ് PR സെമിക്കോളൻ R1 R2 എക്സെട്ര Rn. അതായത് ഓരോന്നിൻ്റെയും എണ്ണമാണ്, ഓരോ എലമെൻറ്റിൻ്റെ എണ്ണം, A1ൻ്റെ എണ്ണം, ടോട്ടൽ എണ്ണം സെമിക്കോളൻ, ഫസ്റ്റ് വണ്ണിൻ്റെ എലമെൻറ്റിൻ്റെ എണ്ണം, സെക്കൻഡ് എലമെൻറ്റിൻ്റെ എണ്ണം എക്സെട്ര nth എലമെൻറ്റിൻ്റെ എണ്ണം ഈക്വൽ ടു R ഫാക്ടോറിയൽ. മൊത്തം എത്ര എലമെൻ്റ് ഉണ്ടോ ഡിവൈഡഡ് ബൈ ആദ്യത്തെ എലമെൻറ്റിന് എത്ര റെപ്പറ്റീഷൻ ഉണ്ട്, രണ്ടാമത്തെ എലമെൻറ്റിന് എത്ര റെപ്പറ്റീഷൻ ഉണ്ട്, എക്സെട്ര nth എലമെൻറ്റിന് എത്ര റെപ്പറ്റീഷൻ ഉണ്ട്. ഇതായിരിക്കും പെർമ്യൂട്ടേഷൻ ഓഫ് ദിസ് 6 എലമെൻറ്റ്സ്. ഇനി വേറൊരു രീതിയിൽ പ്രൂഫ് പറഞ്ഞാൽ അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതായത് നമുക്ക് മൊത്തം 6 പൊസിഷൻസ് ഉണ്ട്, എക്സെട്ര 6 പൊസിഷൻസ് ഉണ്ട്. ഇത് മൊത്തം 6 പൊസിഷൻസ്. ഇതിൽ നമുക്ക് മൊത്തം ഉള്ളത് ഫസ്റ്റ് ഒബ്ജക്റ്റ് R1 ടൈപ്പ്, സെക്കൻഡ് ഒബ്ജക്റ്റ് R2 ടൈപ്പ്, എക്സെട്ര nth ഒബ്ജക്റ്റ് Rn ടൈപ്പ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഒബ്ജക്റ്റ് ഈ R1 എണ്ണം ഉണ്ട് അല്ലേ. സപ്പോസ് ഇത് 5 ആണെങ്കിൽ ഈ ഫസ്റ്റ് ഒബ്ജക്റ്റ് എനിക്ക് 5 എണ്ണം ഉണ്ട്. ഈ 5 എണ്ണം ഇവിടെ എവിടെയെങ്കിലും ഒക്കെ പ്ലേസ് ചെയ്യണം അല്ലേ.
ഈ 5 ഒബ്ജക്റ്റും ഐഡൻറ്റിക്കൽ ആണ്, ഒരേപോലെ ഇരിക്കുന്നത്. അതുകൊണ്ട് അറേഞ്ച്മെൻറ്റിന് നമുക്ക് നോക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് 5 പൊസിഷൻ കിട്ടിയാൽ മതി അല്ലേ. അറേഞ്ച്മെൻറ്റിന് പ്രിഫറൻസ് ഇല്ല എങ്കിൽ നമ്മളവിടെ എന്താ എടുക്കുന്നത്, കോമ്പിനേഷനാണ് എടുക്കുന്നത്. അപ്പോൾ ഈ മൊത്തമുള്ള 6ൽ നിന്ന് നമുക്ക് 5 പൊസിഷൻ എടുത്ത് 5 എടുത്തും എന്തിട്ട് കൊടുക്കാം, ഈ 1 ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് പോസിബിലിറ്റീസ് എന്താ, മൊത്തം 6ൽ നിന്ന് ഈ 5 എണ്ണം എടുക്കുക അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എക്സാമ്പിളാണ് 5 എന്ന് പറഞ്ഞാൽ, അതായത് ഫസ്റ്റ് ഒബ്ജക്റ്റ് R1 എണ്ണം ഉണ്ടെങ്കിൽ 6ൽ നിന്ന് നമ്മൾ എത്ര പ്ലേസസ് ആദ്യം ചൂസ് ചെയ്യുക, R1 പ്ലേസസ് ചൂസ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് എലമെൻ്റ് അവിടെ ഇട്ടു. അപ്പോൾ ഇനി ബാക്കി എത്ര എണ്ണം ഉണ്ട്, 6ൽ R1 എണ്ണം പോയല്ലേ. അപ്പോൾ R മൈനസ് R1ൽ ഇനി സെക്കൻഡ് എലമെൻ്റ് ഇടാൻ എത്ര പൊസിഷൻസ് വേണം, ഞാൻ പറഞ്ഞില്ല ഐഡൻറ്റിക്കൽ ആയതുകൊണ്ട് ഈ R2 എലമെൻസും ഒരേപോലെ ഇരിക്കുന്നത് അല്ലേ. ആദ്യത്തേതെടുത്ത് അങ്ങോട്ടിട്ടാലും ഇങ്ങോട്ടിട്ടാലും, അതായത് കുറേ ബികളുണ്ടെങ്കിൽ ആദ്യത്തെ ബി എടുത്ത് രണ്ടാമത് ഇട്ടാലും രണ്ടാമത്തെ ബി എടുത്ത് ആദ്യം ഇട്ടാലും ഒന്നും ചേഞ്ച് വരുന്നില്ല. അതായത് അറേഞ്ച്മെൻറ്റിന് പ്രിഫറൻസ് ഇല്ല. അറേഞ്ച്മെൻറ്റിന് പ്രിഫറൻസ് ഇല്ല എങ്കിൽ നമ്മൾ അവിടെ കോമ്പിനേഷൻ എടുക്കും. സോ ഈ R മൈനസ് R1ൽ എത്ര എണ്ണം കൊടുക്കണം, R2 എണ്ണം നമ്മൾ അറിഞ്ഞു കൊടുത്തു. ഇനി അടുത്ത ചോയ്സസ് എന്ന് പറയുമ്പോൾ R1 മൊത്തം എത്ര പോയി, R1ഉം R2ഉം എലമെൻറ്റ്സ് ഇട്ട് കഴിഞ്ഞു. അപ്പോൾ മൊത്തം 6ൽ ബാക്കിയുള്ളത് R1 പ്ലസ് R2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ R3 ഇട്ട് കൊടുത്തു, എക്സെട്ര. ലാസ്റ്റിൽ വരുമ്പം 6ൽ നിന്ന് R1 പ്ലസ് R2 പ്ലസ് എക്സെട്ര പ്ലസ് Rn മൈനസ് 1 എണ്ണം കളഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാം എന്തിട്ട് കൊടുക്കണം, nth എലമെൻറ്റ് ഇട്ട് കൊടുക്കണം. nth എലമെൻറ്റ് എത്ര എണ്ണം ഉണ്ട്, Rn എണ്ണം ഉണ്ട്. അപ്പോൾ ആ ബാക്കി Rn ഇട്ട് കൊടുത്തു. സോ ദിസ് ഈസ് ഈക്വൽ ടു R ഫാക്ടോറിയൽ ബൈ R1 factorial into n minus R1 factorial into, n അല്ല, R minus R1 factorial into R minus R1 factorial by R2 factorial into R minus R1 minus R2 അല്ലേ. അതായത് R minus R1 plus R2 factorial into R minus R1 plus R2 factorial by R3 factorial into R minus R1 plus R2 plus R3 factorial into etc. into R minus R1 plus R2 plus etc. plus Rn minus 1 factorial divided by Rn factorial into R minus R1 plus R2 plus etc. plus R ഫാക്ടോറിയൽ. ഇതെന്ന് പറയുന്നത് എന്ത് തന്നെ, 6 തന്നെ. അതുകൊണ്ട് ഇത് 0 ഫാക്ടോറിയലാണ്. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. സ്ലാൻഡിങ്ങിൽ ക്യാൻസൽ ചെയ്തതെല്ലാം ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ഈക്വൽ ടു R ഫാക്ടോറിയൽ ബൈ R1 ഫാക്ടോറിയൽ ഇൻറ്റു R2 ഫാക്ടോറിയൽ എക്സെട്ര ഇൻറ്റു Rn ഫാക്ടോറിയൽ. അപ്പോൾ എന്താ ചെയ്തത്, മൊത്തം 6 പൊസിഷൻസ് ഉണ്ട്. അതിൽ R1 പൊസിഷൻസ് വേണം ഫസ്റ്റ് എലമെൻ്റ് ഇടാൻ. അപ്പോൾ 6ൽ നിന്ന് R1 പൊസിഷൻസ് ചൂസ് ചെയ്തു. ഐഡൻറ്റിക്കൽ ആയതുകൊണ്ട് നമുക്ക് ഓർഡറിന് പ്രിഫറൻസ് ഇല്ല. സപ്പോസ് ഐഡൻറ്റിക്കൽ അല്ല എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ നമ്മൾ പെർമ്യൂട്ടേഷൻ ഉപയോഗിക്കേണ്ടി വന്നേനെ. അപ്പോൾ ഇനിയും R1 പൊസിഷൻസ് ഓൾറെഡി പ്ലേസ് ചെയ്തു. ബാക്കിയുള്ള R മൈനസ് R2ൽ നമ്മുടെ R2 എണ്ണം ഇടണം. R മൈനസ് R1ൽ ബാക്കിയുള്ള പൊസിഷൻസിൽ R2 പൊസിഷൻസ് വേണം സെക്കൻഡ് എലമെൻ്റ് ഇടാൻ. അപ്പോൾ R മൈനസ് R1 ബൈ R2 എക്സെട്ര ഫുള്ളി. ഇനി നമ്മൾ മൾട്ടി സെറ്റ് പറയാണ്. An R permutation of M equal to R1 A1, R2 A2 etc. Rn An is an arrangement of R objects taken from M with at most Ri of Ai in a row. അതായത് ഇതിനകത്തുനിന്ന് നമ്മളൊരു R പെർമ്യൂട്ടേഷൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തുനിന്ന് 6 എലമെൻറ്റ്സ് എടുത്തിട്ട് അറേഞ്ച് ചെയ്യുക അല്ലേ. 6 എലമെൻറ്റ്സ് എടുക്കാൻ നേരം അതിൻ്റെ പ്രത്യേകത എന്താ, A1 എത്ര എണ്ണമേ ഉള്ളൂ, A1 എന്ന് പറയുന്നത് ഈ R1 എണ്ണമേ ഉള്ളൂ അല്ലേ. അപ്പം A1 മാക്സിമം R1 എണ്ണമേ എടുക്കാൻ പറ്റത്തുള്ളൂ, A2 മാക്സിമം R2 എണ്ണമേ എടുക്കാൻ പറ്റത്തുള്ളൂ, എക്സെട്ര An മാക്സിമം Rn എണ്ണമേ എടുക്കാൻ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം 3A1 2A2 4A3 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം A1 3 എണ്ണമേ ഉള്ളൂ, A2 2 എണ്ണം, A3 4 എണ്ണം. അപ്പം നമുക്കൊരു 4 പെർമ്യൂട്ടേഷൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് 4 എലമെൻസിൻ്റെ കളക്ഷൻ എടുക്കുക. ഈ 4 എലമെൻസിനകത്ത് A1 മാക്സിമം എത്ര എണ്ണമേ പറ്റത്തുള്ളൂ, 3 എണ്ണമേ എടുക്കാൻ പറ്റത്തുള്ളൂ, A2 മാക്സിമം 2 എണ്ണമേ എടുക്കാൻ പറ്റത്തുള്ളൂ, A3 മാക്സിമം 4 എണ്ണമേ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. An R permutation of M is an arrangement of R objects taken from M with at most Ri of Ai, R1 of A1, R2 of A2 in a row.
ഇനി ഇതിൻ്റെ മൊത്തം പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഈ മൊത്തം എലമെൻസിന്, അതായത് 3A1 2A2 4A3 എല്ലാത്തിനെയും കൂടെ പെർമ്യൂട്ട് ചെയ്ത് എഴുതുന്നതിനെയാണ് നമ്മൾ മൊത്തത്തിലുള്ള പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി സപ്പോസ് നമുക്ക് തരുന്ന മൾട്ടി സെറ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി A1 ഇൻഫിനിറ്റി A2 എക്സെട്ര ഇൻഫിനിറ്റി AN എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? A1 നമുക്ക് ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല, അറ്റ്മോസ്റ്റ് RI ഓഫ് AI എന്നൊരു റെസ്ട്രിക്ഷൻ ഇല്ല. A1 എന്ന് പറയുന്നത് എത്ര എണ്ണം വേണമെങ്കിലും ഉണ്ട്, A2 എന്ന് പറയുന്നത് എത്ര എണ്ണം വേണമെങ്കിലും ഉണ്ട്, എക്സെട്ര AN എന്ന് പറയുന്നത് എത്ര എണ്ണം വേണമെങ്കിലും ഉണ്ട് അല്ലേ. അപ്പോൾ an R permutation of M ഇങ്ങനെയാണെങ്കിൽ ഇസ് an arrangement of R objects taken from M. അത്രേ ഉള്ളൂ. വിത്ത് അറ്റ്മോസ്റ്റ് എന്നുള്ള കണ്ടീഷൻ വരുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ the number of R permutations of multi-set, number of R permutation of the multi-set infinity A1 infinity A2 etc infinity AN is equal to എന്ത് വരും? ആദ്യത്തെ എലമെൻറ്റ് നമുക്ക് മൊത്തം 6 ഒബ്ജക്ട്സാണ് വേണ്ടിയേ അല്ലേ, മൊത്തം 6 ഒബ്ജക്ട്സ് വേണം. 6 ഒബ്ജക്ട്സിൽ നമുക്ക് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ മാക്സിമം 6 എണ്ണമേ ഫസ്റ്റ് എലമെൻറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് പൊസിഷൻ നോക്കിയാൽ A1 A2 എക്സെട്ര ANൽ എന്ത് വേണമെങ്കിലും വരാം. അപ്പോൾ N ഓപ്ഷൻസ് ഉണ്ട്. റെസ്ട്രിക്ഷൻ ഇല്ലാത്തതുകൊണ്ട് A1 തന്നെ നമുക്ക് ഫുള്ള് ഫില്ല് ചെയ്താലും പ്രശ്നമില്ല അല്ലേ, ഇഷ്ടംപോലെ A1ഉം ഇഷ്ടംപോലെ A2 ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെക്കൻഡിനും N ഓപ്ഷൻസ് എക്സെട്ര nth എലമെൻറ്റിനും N ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ മറ്റേത് നമുക്ക് R1 എണ്ണമേ ഉള്ളായിരുന്നുവെങ്കിൽ നമുക്കിതുപോലെ A1 ചൂസ് ചെയ്യാം. ഇപ്പോൾ സപ്പോസ് 3A1 ആയിരുന്നു, അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും 3 മാത്രമേ A1 ഇടാൻ പറ്റത്തുള്ളായിരുന്നു. പക്ഷേ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല എങ്കിൽ ഇവിടെ എവിടെ വേണമെങ്കിലും എത്ര A1 വേണമെങ്കിലും നമുക്ക് ഇടാൻ പറ്റും. സോ അങ്ങനെ ആയതുകൊണ്ട് ഓരോന്നിനും N ചോയ്സസ് വെച്ചുണ്ട്. സോ ദിസ് ഇസ് ഈക്വൽ ടു N റേസ് ടു R. ഇനിയും ലെറ്റ് M ഈക്വൽ ടു R1 A1 R2 ഡോട്ട് A2 എക്സെട്ര Rn ഡോട്ട് AN. അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. A1 എന്ന് പറയുന്ന ഒബ്ജക്റ്റ് R1 ടൈംസ് ഉണ്ട്, A2 എന്ന് പറയുന്ന ഒബ്ജക്ട്സ് R2 ടൈംസ് ഉണ്ട്, എക്സെട്ര AN എന്ന് പറയുന്ന ഒബ്ജക്റ്റ് Rn ടൈംസ് ഉണ്ട്. ആൻഡ് R ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് എക്സെട്ര പ്ലസ് Rn. ദെൻ പെർമ്യൂട്ടേഷൻ ഓഫ് M, പെർമ്യൂട്ടേഷൻ ഓഫ് M എന്ന് പറഞ്ഞാൽ മൊത്തം 6 ഒബ്ജക്ട്സിൻ്റെയും കൂടെ പെർമ്യൂട്ടേഷൻ, വേർ R1 സെക്കൻഡ് എലമെൻറ്റ്, ഫസ്റ്റ് എലമെൻറ്റ്, സെക്കൻഡ് എലമെൻറ്റ് എക്സെട്ര nth എലമെൻറ്റിൻ്റെ ചോയ്സസ് എഴുതുക. ദിസ് ഈസ് ഈക്വൽ ടു R ഫാക്ടോറിയൽ ബൈ ഓരോന്നിൻ്റെ റെപ്പറ്റീഷൻ, R1 ഫാക്ടോറിയൽ ഇൻറ്റു R2 ഫാക്ടോറിയൽ എക്സെട്ര ഇൻറ്റു Rn ഫാക്ടോറിയൽ.